നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. 1500 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പദ്ധതി. ആദ്യഘട്ടത്തിൽ കുഴിച്ചെടുക്കുക 400 കിലോ സ്വർണം, രണ്ടാം ഘട്ടത്തിൽ അത് 900 കിലോ, അടുത്ത ഘട്ടത്തിൽ 2 ടൺ സ്വർണവും. അതാണ് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന പദ്ധതിയായ ആന്ധ്രാപ്രദേശിലെ ജോനഗിരി പദ്ധതി. കർണൂൽ ജില്ലയിലെ ജോനഗിരിയിൽ സജ്ജമാക്കിയ വൻകിട പദ്ധതി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ജോനഗിരി ഗ്രാമത്തെ സംസ്ഥാന ക്യാബിനറ്റ് പ്രതീകാത്മകമായി സ്വർണ്ണഗിരി എന്ന് പുനർനാമകരണവും ചെയ്തു. ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഡെക്കാൻ ഗോൾഡ് മൈൻസ് എന്നീ കമ്പനികൾ സംയുക്തമായിട്ടാണ് 405 കോടി രൂപയുടെ ഈ വൻകിട പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വർണം ഖനനം ചെയ്യുന്നതും വേർതിരിച്ചെടുക്കുന്നതും മുതൽ ബാറുകളാക്കി വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും ജോനഗിരിയിൽ തന്നെയാണ് നടക്കുക. സംസ്ഥാന മന്ത്രിമാരായ കൊല്ലൂർ രവീന്ദ്ര, നിമ്മല രാമനായിഡു, TG ഭരത് എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായിട്ടുള്ള തറക്കല്ലിടലും ഇവിടെ നിർവഹിച്ചു. ഒന്നാം വർഷത്തിൽ 400 കിലോഗ്രാമും രണ്ടാം വർഷത്തിൽ 900 കിലോഗ്രാമും സ്വർണം ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഘട്ടം ഘട്ടമായി ഇത് 2 ടൺ വരെയായി ഉയർത്തും. ഏകദേശം 700ഓളം ആളുകൾക്കാണ് ഇതിലൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കുക. ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ തുരങ്കം നിർമ്മിച്ച് ഖനനം നടത്തിയിരുന്ന കർണാടകയിലെ പ്രശസ്തമായ കോലാർ ഗോൾഡ് ഫീൽഡ്സ് അഥവാ KGFൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പൺ പിറ്റ് രീതിയിലാണ് ഇവിടെ സ്വർണം ഖനനം ചെയ്യുക. ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 4% റോയൽറ്റിയായി ആന്ധ്ര സർക്കാരിന് ലഭിക്കും. പ്രതിവർഷം 400 കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 57 കോടി രൂപയും 900 കിലോഗ്രാമിൽ എത്തുമ്പോൾ ഏകദേശം 144 കോടി രൂപയും സംസ്ഥാന ഖജനാവിലേക്ക് റോയൽറ്റിയായി എത്തും. പ്രാചീന കാലം മുതൽക്കേ സ്വർണ്ണ നിക്ഷേപത്തിന് പേരുകേട്ട സ്ഥലമാണ് ജോനഗിരി. അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഈ പ്രദേശം സ്വർണ്ണഗിരി എന്നും അറിയപ്പെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇതിന് തെളിവായി അശോകിന്റെ ലിഖിതങ്ങൾ ഇവിടെയുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി 3.6 മുതൽ 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ മേഖലയിൽ സ്വർണ്ണ അയിരുകളുടെ വലിയ നിക്ഷേപമുണ്ടെന്ന് 1990കളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ വിശദമായ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. പദ്ധതിക്കായി ആകെ 1500 ഏക്കർ ഭൂമിയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യഘട്ടമായി 600 ഏക്കറിലാണ് ഖനനം ആരംഭിക്കുക. ഒരു ഖനി കണ്ടെത്തി പ്രവർത്തനം ആരംഭിക്കുന്നത് വലിയ ക്ഷമ ആവശ്യമുള്ള കാര്യമാണെന്നും ഈ അയിര് പൂർണ്ണമായി കണ്ടെത്താൻ തങ്ങൾക്ക് 7 മുതൽ 8 വർഷത്തോളം സമയം എടുത്തേക്കുമെന്നുമാണ് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കർണാടകയിലെ പ്രശസ്തമായ കോലാർ ഗോൾഡ് ഫീൽഡ്സിന്റെ സ്വർണ്ണ ഖനന ചരിത്രത്തോടാണ് ആന്ധ്ര സർക്കാർ ഈ പദ്ധതിയെയും ഉപമിക്കുന്നത്. അതിന്റെ 120 വർഷത്തെ ചരിത്രത്തിനിടയിൽ KGFൽ നിന്ന് ഏകദേശം 800 മുതൽ 900 ടൺ സ്വർണം ഖനനം ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഭൂമിക്കടിയിലേക്ക് ഏകദേശം 3.2 കിലോമീറ്റർ ആഴം വരെ എത്തിയ KGF ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഖനികളിൽ ഒന്നായിരുന്നു. ഒടുവിൽ സ്വർണ്ണ അയിരിന്റെ നിക്ഷേപം കുറഞ്ഞതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ അയിരുകളിൽ നിന്നുള്ള സ്വർണത്തിന്റെ വീണ്ടെടുക്കൽ നിരക്ക് വളരെ കുറവാണെന്നത് പദ്ധതി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ക്രഷറിലേക്ക് ഇടുന്ന 1000 കിലോഗ്രാം അയിരിൽ നിന്ന് വെറും 0.5 മുതൽ 1 ഗ്രാം വരെ മാത്രമാണ് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ആഗോള പങ്കാളികളുമായി സഹകരിച്ച് വിദേശ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ കണക്കുകൾ പ്രകാരം ഇവിടെ 8.2 ദശലക്ഷം ടൺ അയിര് നിക്ഷേപമുണ്ട്. ഇതിൽ ആകെ 12 ടണ്ണോളം സ്വർണം അടങ്ങിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇവിടെയുള്ള വിപുലമായ ധാതു നിക്ഷേപ മേഖലയിൽ നിന്ന് 42.5 ടൺ വരെ സ്വർണം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ആഗോളതലത്തിൽ സ്വർണ്ണവില എക്കാലത്തും ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണഗിരി പദ്ധതി രാജ്യത്തിന് വലിയ പ്രതീക്ഷയുമാണ് നൽകുന്നത്.